ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് Ather 450X. ഇപ്പോൾ Ather 450Xൽ ബാക്ക് ഫുഡ് റെസ്റ്റ് OEM, അതായത് നമ്മൾ കമ്പനിയിൽ നിന്ന് എടുക്കുമ്പം വരത്തില്ല. അപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് ഒരു ഫുഡ് ടെസ്റ്റ് ഫിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അത് നിങ്ങൾ അടിയിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ സാരി കാർഡിൻ്റെ ഇവിടെ ആയിട്ട് ഇവിടെ ഒരു ചെറിയ ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇവിടെ ഇതിന് കറക്റ്റായിട്ടുള്ള നമുക്ക് ഫുഡ് റെസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഫുഡ് റെസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ആണെന്ന്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് വരുന്നതെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു മൈ ചാനൽ ആൻഡ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ദിസ് കണ്ടന്റ് ഗൈസ്. പിന്നെ പുറത്ത് നല്ല മഴയാണ്, ഇരുട്ടാണ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ മേടിച്ച ഫുഡ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ മഹാവീർ ഇൻ്റർനാഷണലിൻ്റെ ആഫ്റ്റർ മാർക്കറ്റ് ഫുഡ് റെസ്റ്റാണ്. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ് ഏതറിനുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, മഹാവീർ ഇൻ്റർനാഷണൽ. സോ ഇത് ഡയറക്റ്റ് ഫിറ്റാണ്. ഇതിനുള്ള ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫ്ലാപ്പ് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് മൗണ്ടിങ് പോയിൻ്റ് ആ ഷാസിയിൽ ഫിറ്റ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിന് രണ്ട് ബോൾട്ടും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വേറൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ Ather 450ക്ക് സെൻറ്റർ സ്റ്റാൻഡ് വരത്തില്ല. അപ്പോൾ നമുക്ക് സൈഡ് സ്റ്റാൻഡ് വെച്ചിട്ട് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പതുക്കെ ഒരു ചെറിയ പണി ചെയ്ത് ചെവറിലോട്ട് ചരിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫ്ലാപ്പ് ഇത് ഇത്രയും നമുക്കൊരു ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. ഇത് കട്ട് ചെയ്ത് കളഞ്ഞാലേ നമുക്ക് ഉള്ളിലുള്ള മൗണ്ടിങ് പോയിൻ്റ് കാണാൻ പറ്റത്തുള്ളൂ, എന്നാലേ നമുക്കത് ഫിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവിടെ. അപ്പോൾ ഇത് എല്ലാ ഏതറിലും ഈ ഒരു ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ്, ഈ ഫുഡ് റെസ്റ്റ് നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് കയറി പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമുക്കൊരു ചെറിയ ബ്ലേഡ് വെച്ചിട്ട് ഈ ഒരു ഫ്ലാപ്പിനെ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ അടിയിലും കൂടെ സൂക്ഷിച്ച് ആ ഫ്ലാപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിയിലത്തെ. സോ ഗൈസ്, അങ്ങനെ ആ ഫ്ലാപ്പ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ആ ഫ്ലാപ്പ് കട്ട് ചെയ്ത് കളഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 1, 2 മൗണ്ടിങ് പോയിൻ്റ് കാണാൻ പറ്റും. ഇവിടെയാണ് നമ്മൾ ഫുഡ് റെസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇവിടെ ഇരിക്കും. സോ ഗൈസ്, ഇതാണ് ഇതിൻ്റെ കൂടെ കിട്ടിയ ബോൾട്ട്. അല്ലെങ്കിൽ ബോൾട്ടാണ് 6 mm. അപ്പോൾ ഒന്ന് വലുതും ഒന്ന് ചെറുതും. അത് നമുക്ക് അക്കോർഡിംഗ്ലി നമുക്ക് ഇവിടെ വലുതും ഇവിടെ ചെറുതും വെച്ചിട്ട് നമുക്ക് അവിടെ ഫിറ്റ് ചെയ്യാം. നല്ല ക്വാളിറ്റി ബോൾട്ടും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, പെട്ടെന്ന് തുരുമ്പെടുക്കുന്ന ടൈപ്പല്ല. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് ആ ഹോൾ മാച്ച് ചെയ്ത് ഫിറ്റ് ചെയ്യാം. സോ ഗൈസ്, ഇപ്പോൾ നമുക്ക് കാണാമല്ലോ, ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ആ പാനലിൻ്റെ അടിയിലുള്ള ഷാസിയിലെ ഹോൾസ്, മൗണ്ടിങ് ഹോൾസ്. അപ്പോൾ അത് മൗണ്ട് ചെയ്യുന്നതിന് മുമ്പേ അവർ തന്നിരിക്കുന്ന വാഷർ ബോൾട്ട് ഇടുക. 2 വാഷർ അവർ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഫുഡ് റെസ്റ്റ് അതിലോട്ട് മൗണ്ട് ചെയ്യാം. സിമ്പിളാണ്. അപ്പോൾ ഗൈസ്, അതുപോലെ നമുക്ക് മൗണ്ടിങ് പോയിൻറ്റ്സ് അലൈൻ ചെയ്ത് വെച്ചിട്ട് ഈ നീളമുള്ള മൗണ്ടിങ് പോയിൻ്റ് വരത്തില്ലേ, അവിടെ ഈ നീളമുള്ള ബോൾട്ട് ഇടാം. ഇപ്പുറത്ത് ഈ ചെറിയ ബോൾട്ട്. ആദ്യം ചെറുതായിട്ട് ഹാൻഡ് ടൈറ്റ് ചെയ്താൽ മതി. എന്നിട്ട് പതുക്കെ 10ൻ്റെ അലങ്കി എടുത്തിട്ട് ടൈറ്റ് ചെയ്യുക. കറക്റ്റായിട്ട് ഫുഡ് റെസ്റ്റ് അലൈൻ ചെയ്തിട്ട് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് നൈസായിട്ടില്ലേ ഹാൻഡ് ടൈറ്റ് ചെയ്യുക. മതി. അങ്ങനെ നമ്മൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞായിരുന്നു. ഇതാണ് ഫുഡ് റെസ്റ്റ്. എങ്ങനെയുണ്ട് സാധനം? അപ്പോൾ ഈ ഫുഡ് റെസ്റ്റ് നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. പെർഫെക്റ്റ് ഫിറ്റാണ് Ather 450Xൽ.
നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ഇവിടെ ഒരു ചെറിയ ഫ്ലാപ്പുണ്ട്. ആ ഫ്ലാപ്പ് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഈ ഫുഡ് റെസ്റ്റ് ഷാസിയിൽ, വണ്ടിയുടെ ഷാസിയിൽ ഫിറ്റ് ചെയ്യാനുള്ള മൗണ്ടിങ് പോയിൻ്റ് ഉണ്ട്. ആ മൗണ്ടിങ് പോയിൻറ്റിൽ ഈ ഫുഡ് റെസ്റ്റിൻ്റെ കൂടെ കിട്ടുന്ന 2 ബോൾട്ട് അത് വെച്ച് അങ്ങ് ഫിറ്റ് ചെയ്താൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈസി ഇൻസ്റ്റാളേഷനാണ്. അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുവാണെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ ആൻഡ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ദിസ് വീഡിയോ ഗൈസ്. പുറത്ത് നല്ല മഴയാണ്, ഇരുട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ വെച്ച് ചെയ്തത്. ഓക്കെ ഗൈസ്, ബൈ.